വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അന്നക്കുട്ടി പീറ്റർ. 1491 ഡിസംബർ മാസത്തിലെ ഒരു തണുത്ത പ്രഭാതം. സ്പെയിനിലെ ഫെർഡിനാൻഡ് രാജാവിനെ സമീപിച്ച് കൊളംബസ് തൻ്റെ ആഗ്രഹമറിയിച്ചു. സ്പെയിനിനു വേണ്ടി പുതിയ രാജ്യങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു കപ്പൽ യാത്ര നടത്താനുള്ള സാമ്പത്തിക സഹായം അങ്ങ് നൽകണം. ഈ കപ്പൽ യാത്ര പരാജയപ്പെടുന്ന പക്ഷം സ്പെയിനിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? രാജാവ് ചോദിച്ചു. മഹാരാജാവേ, ഈ യാത്ര വിജയിച്ചാൽ സ്പെയിനിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കോട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. കൊളംബസിൻ്റെ വീരോചിതമായ മറുപടി കേട്ടുനിന്ന ഇസബെല്ല രാജ്ഞി പറഞ്ഞു. പ്രിയ ഫെർഡിനാൻഡ്, കൊളംബസിന് സഹായം ചെയ്തു കൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ യാത്ര പരാജയപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന് അല്പം ധനനഷ്ടമേ സംഭവിക്കൂ. വിജയിച്ചാലാകട്ടെ സ്പെയിനിൻ്റെ അതിർത്തികളാണ് വികസിക്കുന്നത്. രാജാവ് കൊളംബസിന് വേണ്ടത്ര ആളുകളെയും സാമ്പത്തിക സഹായവും നൽകി. അതിസാഹസികമായ യാത്രക്കിടയിൽ സഹയാത്രികരെല്ലാം പതറിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കൊളംബസ് പ്രതീക്ഷ കൈവിട്ടില്ല. പതറാത്ത ആത്മധൈര്യവും ഉറച്ച ദൈവവിശ്വാസവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ. അമേരിക്ക കണ്ടെത്തിയ കൊളംബസിനെ പോലെ ധീരതയുള്ളവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ധീരന്മാർക്കാണ് വിജയം വിധിച്ചിരിക്കുന്നത്. വിവേകത്തോടെ, ദീർഘവീക്ഷണത്തോടെ പ്ലാൻ ചെയ്യാനും അധ്വാനിക്കാനും പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ അഭിമുഖീകരിക്കാനും തയ്യാറാകുന്നവർക്കാണ് വിജയത്തിൻ്റെ ആഹ്ലാദം ലഭിക്കുന്നത്. കയ്പുള്ള കാര്യങ്ങൾ രുചിക്കാത്ത വ്യക്തി മധുരമുള്ള കാര്യങ്ങൾ നേടിയെടുക്കില്ല എന്ന ഗോഡ്ഫ്രെഡ് വില്യമിൻ്റെ വാക്കുകൾ എത്ര സത്യം. പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ വിജയം. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവയെ തകർത്തെറിയാനുള്ള ഊർജം സംഭരിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നേറുക. വെല്ലുവിളികളെ നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ വിജയത്തിലേക്കുള്ള വാതിൽ തുറന്നു കിട്ടും. ഒരു സാഹചര്യത്തോട് 2 തരത്തിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്നുകിൽ കീഴ്പ്പെടാം, അല്ലെങ്കിൽ കീഴ്പ്പെടുത്താം. കീഴ്പ്പെടുന്നവർ എന്തിനേയും വിധിയായി കാണും. താൻ നിസ്സഹായനാണ്, അനുഭവിക്കുകയല്ലാതെ തരമില്ല എന്ന് സ്വയം പഴിക്കും. കീഴ്പ്പെടുത്തുന്നവരാകട്ടെ തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ സൂക്ഷ്മമായ സാധ്യതകൾ പോലും അതിവിദഗ്ധമായി ഉപയോഗിക്കാൻ ശ്രമിക്കും. അവരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടാവും. സ്ഥിരോത്സാഹിയായിരിക്കുക എന്നതാണ് പ്രധാനം. ജീവിത വിജയം നേടാൻ അനിവാര്യമായ 3 അടിസ്ഥാന പടവുകളുണ്ട്. അറിയുക, അംഗീകരിക്കുക, അധ്വാനിക്കുക. അപരിമിതമായ ശക്തികളാണ് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഉയർന്ന ചിന്ത, ഉന്നതമായ ലക്ഷ്യബോധം, നിരന്തരമായ അധ്വാനം, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, ഇവ ഒന്നിച്ചു ചേർത്താൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു. തോമസ് ആൽവ എഡിസൺ ഇത് വെറുതെ പറഞ്ഞതല്ല. തോൽവികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണിത്. പരീക്ഷണശാലയിൽ രാവും പകലും ചെലവഴിച്ച അദ്ദേഹം പരാജയങ്ങളിൽ പിൻവാങ്ങിയില്ല. ഞാൻ തോറ്റിട്ടില്ല, വിജയകരമല്ലാത്ത 10,000 മാർഗങ്ങളാണ് ഞാൻ കണ്ടുപിടിച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോഭാവം. ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം, ആത്മബലം ഇവയാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ. വാഹനങ്ങൾക്ക് ചക്രങ്ങൾ പോലെ, പക്ഷികൾക്ക് ചിറകെന്ന പോലെ വിജയത്തിന് അനിവാര്യമായ ഘടകമാണ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങളാണ് വിജയങ്ങളുടെ ആരംഭം. തീവ്രവും ശക്തവുമായ ആഗ്രഹങ്ങൾ ഉറച്ച തീരുമാനങ്ങളാകുന്നു. കഠിനാധ്വാനം ആ തീരുമാനങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പറയുന്നത് ശ്രദ്ധിക്കുക. ആലസ്യം പാടില്ല. ഈർഷ്യയും അഹങ്കാരവും അസൂയയും നിശേഷം ഉപേക്ഷിച്ച് മഹാബലത്തോടുകൂടി പ്രവൃത്തിയിലേർപ്പെടുക. സമസ്ത കഴിവും ഉപയോഗിച്ച് ജോലി ചെയ്യുക. ഓർക്കുക, ക്ഷമയും പരിശുദ്ധിയും ധൈര്യവും സ്ഥിരപ്രവർത്തനവും. നിങ്ങൾ പരിശുദ്ധനും നിങ്ങളുടെ തത്വങ്ങളോട് നേരുള്ളവനുമായിരിക്കുവോളം കാലം നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. വികാരങ്ങളെ നിയന്ത്രിക്കാനും മനസ്സിൻ്റെ തലങ്ങളിൽ സന്തുലനാവസ്ഥ സൂക്ഷിക്കാനും സാധിക്കുന്നവർക്ക് ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എളുപ്പമായിരിക്കും. തകർക്കപ്പെടുവാനുള്ളതല്ല ഈ ജീവിതം, മറിച്ച് ഉയർത്തപ്പെടുവാനുള്ളതാണ്. ഡേവിഡ് ബ്രിങ്ക്ലി പറയും പോലെ, നമ്മെ തകർക്കുവാൻ മറ്റുള്ളവർ എറിയുന്ന കല്ലുകൾ കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ അടിത്തറ പണിയുന്നവനാണ് ലോകത്തിലെ യഥാർത്ഥ വിജയശില്പി. അന്നക്കുട്ടി പീറ്റർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.